നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുണ്ട്. ഒരു വീട്ടിൽ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. അതിനിപ്പോൾ കൊച്ചുകുട്ടികളെന്നോ അല്ലെങ്കിൽ മുതിർന്നവരെന്നോ ഒന്നുമില്ല. എല്ലാവരും അവരുടെ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ അതുപോലെ തന്നെ മറ്റവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രസകരമായിട്ടും പല യൂട്യൂബ് വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളുമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ കൂടുതലായിട്ട് ഇത്തരത്തിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു മാർഗത്തിലേക്ക് വന്നതും ഇതുപോലെ മുക്കിലും മൂലയിലും എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുകയും വ്യത്യസ്തമായ കണ്ടന്റുകൾ തേടി. എന്നാൽ അതിൽ ചില കണ്ടന്റുകൾ ആളുകൾ കൂടുതൽ വീഡിയോ ഓടുവാനായിട്ട് ചില കണ്ടന്റുകളെല്ലാം തന്നെ വളരെ മോശമായിട്ട് കണ്ടന്റുകൾ അവതരിപ്പിക്കുന്നവരുമുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പല യൂട്യൂബേഴ്സും വ്ളോഗർമാരെല്ലാം തന്നെ തല പൊക്കുന്ന ഒരു സമയമാണിത്. പക്ഷേ അതിൽ എല്ലാവരും എന്നല്ല, ചിലരൊക്കെ അതിൽ ഫേക്കാണ്. അത്തരത്തിലുള്ള പല വാർത്തകളും നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മളെല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളിലൂടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുന്നവരായിരിക്കും നേരം പോക്കിനും മറ്റുമായിട്ട്. എന്നാൽ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിൽ പുറത്ത് കാണുന്ന ഒരു തിളക്കം മാത്രമായിരിക്കില്ല ഒരുപക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരുപക്ഷെ അവർ പക്ക ഫേക്ക് ആകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായിട്ട് പോക്സോ കേസിൽ ഒരു യൂട്യൂബറെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. യൂട്യൂബർ വിജെ മച്ചാൻ എന്ന് പറയുന്ന ഒരു യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും പോക്സോ കേസാണ്. 16-കാരിയുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു 16-കാരി പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതോടെയാണ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഈ ഒരു വിജെ മച്ചാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 16 വയസ്സുകാരിയായ പെൺകുട്ടി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. വിജെ മച്ചാൻ എന്നാണ് ഈ ഒരു യുവാവിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. എന്നാൽ ഗോവിന്ദ് എന്നാണ് യഥാർത്ഥ പേര്. പോലീസ് ഗോവിന്ദിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ മൊബൈൽ ഫോണുകളും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഗോവിന്ദ് ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏകദേശം 2 ലക്ഷത്തിലേറെ ഫോളോവേഴ്സാണ് ഇയാൾക്കുള്ളത്. നിലവിൽ വിജെ മച്ചാൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു യൂട്യൂബറെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളിലെല്ലാം പോലീസ് വ്യക്തത വരികയുള്ളൂ. സൈബറിടത്തിൽ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്ത് ശ്രദ്ധേയനായ വിജെ മച്ചാൻ അടുത്ത കാലത്തായി സെലിബ്രിറ്റി സ്റ്റാറ്റസോടെ ചില പരിപാടികളിലും പങ്കെടുത്തിരുന്നു. ഏതായാലും പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് കൂടുതൽ നമ്മൾ ആ വീഡിയോ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ചില വീഡിയോയ്ക്കൊക്കെ താഴെ വളരെ മോശമായിട്ട് ഇയാളുടെ വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഇയാൾ അവതരിപ്പിക്കുന്ന ശൈലിക്കും അയാളുടെ കണ്ടന്റിനെതിരെയെല്ലാം വളരെ നെഗറ്റീവായിട്ടും ഭൂരിഭാഗം ആളുകളും കമന്റ് ഇടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം സജീവമായിട്ടുള്ള ഈ ഒരു വിജെ മച്ചാനാണ് ഇപ്പോൾ പോക്സോ കേസിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഏതായാലും ഇത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമാണ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ മറ്റും പുറത്തു വരികയുള്ളൂ. ഈ അടുത്ത കാലത്താണ് നമുക്കറിയാം സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഇതുപോലൊരു യൂട്യൂബറെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ കേരളത്തിൽ വിമർശനങ്ങൾക്ക് മറ്റും ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കുകയും ആ വാഹനവുമായി പൊതുനിരത്തിൽ ഇറങ്ങുകയും ചെയ്തതിനാണ് സഞ്ജു ടെക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല സഞ്ജു ടെക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ആജീവനാന്ത വിലക്കാണ് ലൈസൻസിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ആണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടി സ്വീകരിച്ചത്. ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്നൊക്കെയായിരുന്നു സഞ്ജു ടെക്കി നൽകിയ വിശദീകരണം. എന്നാൽ ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസുകളിൽ ഇടപെടുകയും ഇത്തരം കേസുകളിൽ യാതൊരു ഇളവും നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് കടുത്ത നടപടിയിലേക്ക് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. ഏതായാലും ഇത്തരക്കാർക്കൊരു വിചാരമുണ്ട്. അവരുടെ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി എന്ത് തോന്നിവാസവും കാണിച്ചു കൂട്ടാമെന്നുള്ള ചില അഹങ്കാരമാണ് ഇത്തരത്തിൽ ആളുകളെ കൊണ്ട് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം നല്ല രീതിയിൽ നല്ല നല്ല കണ്ടന്റുകൾ അവതരിപ്പിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ തരുന്നത്, ഒരുപാട് അറിവ് തരുന്നത്, നമ്മളെ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെയുണ്ട്. പക്ഷേ അതിലുപരി ഇതുപോലെ കുറെ എണ്ണം ഉണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ ഓടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുമാനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്തും കാണിച്ചു കൂട്ടാം. ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്.
അതിൽ വന്ന് എനിക്ക് എന്തും കാണിച്ചു കൂട്ടാം, ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള വിചാരത്തിൽ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ട് ഈ ഒരു കാണുന്ന തിളക്കം മാത്രമല്ല, അവരുടെ സ്വകാര്യ ജീവിതത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഏതായാലും ഇപ്പോൾ വിജയ് മച്ചാനെതിരെ പോക്സോ കേസാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമാണ് വിശദമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ.